ഏൽപ്പിച്ച സ്വപ്നങ്ങളുടെ ബാക്കി എന്റെ കയ്യിലും ഉണ്ടല്ലോ. അത് നോക്കി തീർക്കണ്ടേ? വിളിച്ചാലോ എന്ന് ഞാനും കരുതിയതാ. പിന്നെ ആന്റിയോ മറ്റോ അടുത്തുണ്ടെങ്കിൽ അത് മോശമല്ലേ എന്ന് കരുതി. ഇനിയിപ്പം ആരും അടുത്തുണ്ടെങ്കിൽ എന്താ? എല്ലാവരും കൂടി ലൈസൻസ് തന്നല്ലോ. നാളെ അതിരാവിലെ തന്നെ ഇറങ്ങല്ലേ? ആ, ഇറങ്ങാം. വായനശാലയിലെ സ്വീകരണത്തിന് പോകുന്നതിന് മുമ്പ് എല്ലായിടത്തും ഒന്ന് പോണം. എല്ലാവരും ഒന്ന് കാണണം. എനിക്കുണ്ട് കുറച്ച് ആളുകളെ കാണാൻ. ആ, പിന്നെ ഹരിയുടെ പഴയ വീടില്ലേ, അവിടെ ഇപ്പൊ ആരെങ്കിലും താമസിക്കുന്നുണ്ടോ? അറിയില്ല. അവിടം വരെ ഒന്ന് പോണം കേട്ടോ. മുത്തശ്ശിയെ കാണാൻ ഒരിക്കൽ ഞാനവിടെ വന്നിട്ടുണ്ട്. പിന്നെ ഹരി അന്വേഷിച്ചും വന്നിട്ടുണ്ട്. നമുക്ക് ഒന്നിച്ചവിടെ പോണം. കൊണ്ടുപോകാം. പിന്നെന്തെങ്കിലും ഉണ്ടോ? പിന്നെ നാളെ എല്ലാവരുടെയും മുന്നില് ഹരി തല ഉയർത്തി നിൽക്കുന്ന ആ ഒരു നിമിഷം അതെനിക്ക് കാണണം. നാട്ടിലേക്കൊരു തിരിച്ചുപോക്കിനെ കുറിച്ച് ഞാനും ഇടയ്ക്ക് ചിന്തിക്കാറുണ്ടായിരുന്നു. ഒരിക്കൽ ആട്ടിപ്പായിച്ചവരുടെ അടുത്ത് അവരെ ആദരിക്കുന്ന ഒരാളായിട്ട് കയറി ചെല്ലുക എന്ന് പറയുന്നത് അതൊരു മധുരപ്രതികാരം തന്നെയല്ലേ? എന്റെ പ്രിയപ്പെട്ടവൻ ആ പ്രതികാരം നടത്തിക്കോട്ടെ എന്ന് കരുതി തന്നെയാ ഞാനിതൊക്കെ അറേഞ്ച് ചെയ്തത്. എല്ലാവർക്കും അവര് ചെയ്തത് തെറ്റായിരുന്നു എന്ന് മനസ്സിലാവണമല്ലോ. താങ്ക്സ്. ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചതോ അവാർഡ് കിട്ടിയതൊന്നുമല്ല. എന്റെ നാട്ടിൽ എന്റെ നാട്ടുകാരുടെ മുന്നിൽ അവര് പറയുന്ന നല്ല വാക്കുകൾക്ക് മുന്നിൽ നിൽക്കുന്നത് അതാ എന്റെ ഏറ്റവും വലിയ സന്തോഷം. എന്നാലേ ഇനി വൈകണ്ട, കിടന്നുറങ്ങിക്കോ. അല്ലെങ്കിൽ നാളെ മുഖ്യ അതിഥിയുടെ മുഖം തെളിച്ചില്ലാതിരിക്കും. കുറെ നേരം കൂടി ഇങ്ങനെ സംസാരിച്ചിരിക്കാൻ തോന്നുന്നുണ്ട്. ഇന്നത്തെ ദിവസം ആ സംസാരത്തിന് നമുക്ക് ലീവ് കൊടുക്കാം. എന്നിട്ട് ഞാൻ അടുത്തേക്ക് എത്തട്ടെ. എന്നിട്ട് നമുക്ക് നേരം വെളുക്കുവോളം സംസാരിച്ചുകൊണ്ടേയിരിക്കാം. എങ്കിൽ ശരി, ഞാൻ ഉറങ്ങാം. ഉറങ്ങുന്നതിന് മുമ്പ് മധുര നൊമ്പരക്കാറ്റിന്റെ ഒരു വരിയൊന്ന് മൂളോ? കേട്ട് മതിയായില്ലേ ഇതുവരെ? അല്ല, എന്റെ വാക്കുകൾ കേൾക്കാനല്ല, തന്റെ ശബ്ദം കേൾക്കാനാ. മധുര